നമസ്കാരം. ഇതിഹാസ വാചാരുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സുന്ദരകാന്ഡമാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ സമ്പാതി പറഞ്ഞത് പ്രകാരം ഹനുമാൻ ലങ്കയ്ക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹനുമാൻ ലങ്കയിലേക്ക് കടക്കാൻ വേണ്ടി സമുദ്രം ചാടിക്കടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഒരു മലയുടെ മേളിൽ കയറി നിന്ന് ചാടുകയാണ്. അപ്പോൾ അദ്ദേഹം ചാടുമ്പോൾ ഈ മലയൊന്ന് കുലുങ്ങും ഇദ്ദേഹത്തിൻ്റെ ശക്തി കാരണം. അദ്ദേഹം പറക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ദേവന്മാരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷമാവും ഹനുമാൻ ഇത് ചെയ്യാമെന്ന് കാണുമ്പോൾ. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ വേഗം ഒരു മല പൊങ്ങി വരും. ഈ മലയ്ക്ക് 2 ചിറകുമുണ്ട്. അപ്പോൾ ഹനുമാൻ പറയുകയാണ്, ദൈവത്തെയോർത്ത് അങ്ങ് വഴിമാറണം, എനിക്ക് ലങ്കയിലെത്തണം, എനിക്ക് സീതാദേവിയെ കണ്ടുപിടിക്കണം എന്ന് പറയണം. അപ്പോൾ ഈ മല പറയാണ്, എൻ്റെ പേര് മൈനാകം എന്നാണ്, അങ്ങ് ആരാന്നുള്ളത് എനിക്കറിയാം, അങ്ങ് വായുദേവൻ്റെ പുത്രനാണ് എന്നുള്ളതും എനിക്കറിയാം. പണ്ട് ഞങ്ങൾക്ക് മലകൾക്ക് എല്ലാത്തിനും ചിറകുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഞങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പറന്ന് നിന്ന് വീഴുമ്പോൾ ഋഷികളെയും ഈശ്വരന്മാരെയൊക്കെ ഞങ്ങൾ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ദേഷ്യം വന്ന് ഇന്ദ്രദേവൻ ഞങ്ങളുടെ ചിറകെല്ലാം വെട്ടിക്കളഞ്ഞു. അന്ന് എനിക്ക് മാത്രം അന്ന് രക്ഷപ്പെടാൻ പറ്റി. അത് അങ്ങയുടെ അച്ഛൻ വായുദേവൻ കാരണമാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നെന്താ വെച്ചാൽ അങ്ങയെ സഹായിക്കാനാണ്. കുറച്ചുപേർ ഇവിടെ നിന്ന് വിശ്രമിച്ചിട്ട് അങ്ങ് പൊക്കോളൂ, ഇത്രയും നേരമായി പറക്കുകയല്ലേ എന്ന് പറയാണ്. അപ്പോൾ ഹനുമാൻ പറയും, ഇല്ല, എനിക്ക് വാക്ക് കൊടുത്തതാണ് ഞാൻ സീതാദേവിയെ കണ്ടുപിടിക്കുകയാണെന്ന്, എനിക്ക് അത് ആദ്യം പൂർത്തീകരിക്കണം. അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഞാൻ പോവുകയാണ്, നന്ദി എന്ന് പറഞ്ഞ് ഹനുമാൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാർ ചെന്ന് സുരസയോട് പറയും. സുരസ എന്ന് പറഞ്ഞാൽ ഉരകങ്ങളുടെ അമ്മയാണ്. അത് ദക്ഷൻ്റെ പുത്രിയാണ് സുരസ, കശ്യപ മഹർഷിയുടെ ഭാര്യയാണ്. അപ്പോൾ സുരസയോട് പറയുകയാണ്, ഹനുമാനെ ഒന്ന് പോയി പരീക്ഷിക്കണം, ഒരു രാക്ഷസിയുടെ വേഷം കെട്ടി സമുദ്രത്തിൽ ചെല്ലാൻ പറയുകയാണ്. അപ്പോൾ സുരസ അങ്ങനെ ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസിയുടെ വേഷം കെട്ടി സമുദ്രത്തിൽ ചെല്ലുകയാണ്. ഹനുമാൻ ഇങ്ങനെ പറന്നു വരുമ്പോൾ ഈ രാക്ഷസി രൂപത്തിൽ സുരസ വന്ന് ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഹനുമാൻ തൊഴുതുകൊണ്ട് പറയും, അവിടെ നിന്നൊന്ന് മാറിത്തരണം, എനിക്ക് സീതാദേവിയെ പോയി കൊണ്ടുവന്നേ പറ്റുള്ളൂ, ഒരു വഴി മാറിത്തരണം എന്ന് പറയാണ്. അപ്പോൾ ഈ രാക്ഷസി പറയും, ഇല്ലില്ല, എനിക്ക് ബ്രഹ്മദേവൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് ആര് വന്നാലും എൻ്റെ വായിൽ കടക്കാണ്ട് അവർക്ക് എൻ്റെ വായിലേക്കായിരിക്കും അവർ പോകുന്നത്, എനിക്ക് ഒരാൾക്കും എന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള അനുഗ്രഹം എനിക്ക് ബ്രഹ്മാവിൻ്റെ നിന്ന് കിട്ടിയിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ വായിലേക്ക് പോവാണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ രാക്ഷസിയോട് പറയും, വാ തുറക്കാൻ പറയും. വാ തുറന്നു കഴിഞ്ഞിട്ട് വളരെയധികം ചെറുതായി മാറി ഹനുമാൻ അകത്തേക്ക് ഇതിൻ്റെ രാക്ഷസിയുടെ വായ്ക്കകത്തേക്ക് പോയിട്ട് തിരിച്ച് പുറത്തേക്ക് വരികയാണ്. പുറത്ത് വന്നിട്ട് തൊഴുതുകൊണ്ട് പറയാണ്, അവിടുന്ന് ദക്ഷപുത്രിയായ സുരസയാണെന്ന് എനിക്കറിയാം, എന്നെ പരീക്ഷിക്കാൻ വന്നതെന്നും അറിയാം, എനിക്കിപ്പോൾ സീതാദേവിയെ കാണാൻ പോകണമെന്ന് പറയാണ്. അപ്പോൾ രാക്ഷസി രൂപം മാറി സുരസ സ്വന്തം രൂപമാവുകയാണ്. എന്നിട്ട് ഹനുമാനെ അനുഗ്രഹിക്കുകയാണ്, പോയി വരാൻ പറയുകയാണ്. അങ്ങനെ ഹനുമാൻ വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഈ കടലെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ, വലിയ സമുദ്രമാണ്. അപ്പോൾ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ വേറൊരു രാക്ഷസി വരും, സിംഹിക എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തിട്ടും ഇതിനെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹനുമാൻ ഓർക്കുന്നത്, സുഗ്രീവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സിംഹിക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നിഴല് പിടിച്ച് ആണ് കഴിക്കുന്നത്, നിഴലിനെ പിടിക്കും ഈ വരുന്ന എതിരാളികളുടെ. അപ്പോൾ ഹനുമാന് മനസ്സിലാവാണ്, ഹനുമാനെ അങ്ങനെയാണിത് തളയുന്നതെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഹനുമാൻ വേഗം ഇതിൻ്റെ വായ്ക്കകത്തേക്ക് കയറി ഇതിൻ്റെ ശരീരം വലിച്ചു കയറി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഈ സിംഹിക എന്ന് പറഞ്ഞ രാക്ഷസിയും മരിക്കും. ഹനുമാൻ വീണ്ടും പോവുകയാണ്. പോയി അങ്ങനെ ലങ്ക എത്തിക്കഴിഞ്ഞാൽ ഹനുമാൻ നോക്കുകയാണ്, ഇതാണല്ലേ ലങ്ക, വലിയൊരു അതിഭംഗിയും സൗന്ദര്യവും ഉള്ള ഒരു രാജ്യമാണ്, അതിഗംഭീരമായിട്ടുള്ളൊരു രാജ്യമാണ് ലങ്ക. അപ്പോൾ ഹനുമാൻ വേഗം തൻ്റെ രൂപം മാറും, അതായത് വളരെയധികം ചെറുതായി മാറും ഹനുമാൻ. ആരും കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഹനുമാന് മനസ്സിലാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വാനരം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും, അവിടെ ആൾക്കാർക്ക് രാക്ഷസന്മാർക്കൊക്കെ പ്രശ്നങ്ങളാവും. അപ്പോൾ അത് വേണ്ട, ഞാൻ ചെറുതായി രൂപം മാറി നടക്കുന്ന നല്ലതെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഹനുമാനാണ് വളരെ ചെറുതായി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു രൂപം മൂവി വന്ന് നിൽക്കുകയാണ്. നീ ആരാ, നീ എന്തിനാ ലങ്കയിലേക്ക് കയറിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ പറയും, ഞാൻ ഹനുമാനാണ്, ഞാൻ സീതാദേവി അന്വേഷിച്ച് വന്നാന്ന് പറയും. അപ്പോൾ ഈ രൂപം ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീയോട് ചോദിക്കും, നീ ആരാന്ന് ചോദിക്കും. പറയും, ഞാനാണ് ലങ്ക, ഈ ലങ്കയുടെ ആത്മാവും ശ്വാസവും എല്ലാം ഞാൻ തന്നെയാണ്, ഈ ലങ്കയുടെ ദേവത ഞാനാണ്, എൻ്റെ പേര് ലങ്കയാണ് എന്ന് പറയാണ്. അപ്പോൾ ഹനുമാൻ സ്വന്തം രൂപമാവുകയാണ്. സ്വന്തം രൂപമായി കഴിഞ്ഞിട്ട് അപ്പോൾ ലങ്ക പറയും, ഇവിടെ ഒരാളെയും ഞാൻ കയറാൻ സമ്മതിക്കില്ല, തിരിച്ചു പൊക്കോളാൻ പറയുക. ഇല്ല, എനിക്ക് സീതാദേവിയെ കണ്ടുപിടിക്കണം എന്ന് പറയാണ്. അപ്പോൾ ലങ്ക പറയും, എന്നാൽ എന്നെ തോൽപ്പിച്ചാൽ നിനക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാമെന്ന് പറയും. അപ്പോൾ ലങ്ക ഒരടി കൊടുക്കും ഹനുമാൻ തിരിച്ചൊരടിയും കൂടി കൊടുക്കും. വരുമ്പോൾ ലങ്ക കറങ്ങി ചെന്ന് വീഴും. അപ്പോൾ ഹനുമാൻ അടിച്ചു കഴിയുമ്പോൾ ലങ്കയ്ക്ക് മനസ്സിലാവുകയാണ്, ഇത് സാധാരണ ഒരു വാനരനല്ലെന്ന് മനസ്സിലാവുകയാണ്. എന്നിട്ട് തൊഴുതുകൊണ്ട് മുമ്പിൽ ചെന്ന് പറയുകയാണ്,
ബ്രഹ്മാവ് പണ്ട് പറഞ്ഞിരുന്നു, പ്രവചിച്ചിരുന്നു, എന്നൊരു വാനരൻ എന്നെ തോൽപ്പിക്കുന്നു അന്ന് ലങ്കയുടെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞ് പ്രവചിച്ചിരുന്നു. രാവണൻ്റെയും രാക്ഷസകുലത്തിൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങാണതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങക്ക് സ്വാഗതം എന്ന് പറയുകയാണ്. സീതാദേവിയെ അന്വേഷിച്ചോളാൻ പറയുകയാണ്. ഹനുമാൻ അങ്ങനെ വീണ്ടും ചെറിയ രൂപം എടുത്ത് അവിടെ മുഴുവൻ അന്വേഷിച്ചടക്കുകയാണ്. സീതയെ പലയിടത്തും നോക്കി, പല വീടുകളിലും പല കൊട്ടാരങ്ങളിലും കയറി നോക്കി, എവിടെയും സീതയെ കാണാനില്ല. അപ്പോൾ അവിടെ വലിയ ആഘോഷമാണ്, എല്ലാവരും പാട്ടും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഹനുമാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് സാധാരണ വാനരന്മാർ വന്നാൽ ഇവിടെ കയറി വരാൻ പറ്റില്ല, എനിക്കോ സുഗ്രീവനോ അംഗദനോ നീളനോ മാത്രമേ ഇതിൽ കയറി വരാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവർക്കും വാനരന്മാർക്കും ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഹനുമാന് മനസ്സിലാവുകയാണ്. അങ്ങനെയാണ് ലങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ചെടുക്കുക. അതിന് വേറെ പല വീടുകളിൽ കയറി, കൊട്ടാരങ്ങളിൽ കയറി, എവിടെയും സീതയെ കാണുന്നില്ല. അങ്ങനെ വിഭീഷണന്റെ കൊട്ടാരത്തിൽ പോയി, കുംഭകർണന്റെ കൊട്ടാരത്തിൽ പോയി, പലരുടെയും കൊട്ടാരത്തിൽ കയറി, എവിടെയും ചെന്നിട്ടും സീതയെ കാണുന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ രാവണന്റെ കൊട്ടാരത്തിൽ എത്തുകയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ പുഷ്പവിമാനം കാണുന്നുണ്ട്. കുറച്ച് ദൂരം ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകളെ കാണും. അപ്പോൾ ഇതൊന്നും സീതയല്ലെന്നുള്ളത് ഹനുമാന് മനസ്സിലാക്കണം. സീത ഇങ്ങനെ സന്തോഷിച്ചിരിക്കില്ല എന്നുള്ളത് ഹനുമാൻ അറിയാം. അപ്പോൾ രാവണൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ രാവണൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. രാവണൻ്റെ ഭാര്യമാരും അടുത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും സീതയല്ല, ഇതെന്തായാലും സീതയായിരിക്കില്ല എന്ന് മനസ്സിലാവുകയാണ് ഹനുമാൻ. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് മാറി ഒരു കട്ടിലിൽ വേറൊരു സുന്ദരിയായിട്ടൊരു സ്ത്രീ കിടക്കുന്നു. പട്ട് വസ്ത്രങ്ങൾ അണിഞ്ഞ്, നിറച്ചു ആഭരണങ്ങൾ അണിഞ്ഞു. അപ്പോൾ ഹനുമാൻ വിചാരിക്കുകയാണ്, ഇനി ഇതാണോ സീത? അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഇത് സുന്ദരിയാണ്, പക്ഷെ ഇത് സീതയാണെന്ന് തോന്നുന്നില്ല. അപ്പോഴാണ് ഹനുമാൻ മനസ്സിലാവുന്നത്, ഇത് മണ്ഡോദരിയാണ്, രാവണൻ്റെ ഏറ്റവും ആദ്യ ഭാര്യ, ഏറ്റവും സുന്ദരിയാണ്, അവരാണ് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ രാവണന്. ഇത് മണ്ഡോദരിയാണെന്ന് മനസ്സിലാവുകയാണ്. എന്നിട്ട് ഹനുമാൻ വീണ്ടും അവിടെയൊക്കെ അന്വേഷിച്ചെടുക്കാം. അങ്ങനെ ലങ്കയുടെ ഓരോ മുക്കും മൂലയും ഹനുമാൻ അന്വേഷിച്ചു. എന്നിട്ടും സീതയെ എവിടെയും കാണുന്നില്ല. ഹനുമാന് സങ്കടമാവാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ലങ്കയിൽ ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല. അതുപോലെ അന്വേഷിച്ചു, ഇനി എവിടെ ഞാനൊന്ന് കണ്ടുപിടിക്കുക സീതാദേവിയെ? ഒരു കൊട്ടാരങ്ങളിലും ഇല്ല, ഒരു വീടുകളിലും ഇല്ല സീതാദേവി. ഇനി ഇത് എങ്ങനെ ഞാൻ അവിടെ ചെന്ന് വാനരന്മാരോട് പറയുക സീതാദേവിയെ കണ്ടില്ലെങ്കിൽ? എങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ മുഖത്ത് നോക്കും? ഇത് സീതാദേവി ചിലപ്പോൾ മരിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ കാത്തിരുന്ന് വിഷമം കാരണം മരിച്ചു കാണും. എങ്ങനെ ഞാൻ ശ്രീരാമചന്ദ്രനെ അറിയിക്കും ഈ വിവരം? ഈ വിവരം പറഞ്ഞാൽ അദ്ദേഹം ജീവത്യാഗം ചെയ്യും. അദ്ദേഹം പോയി കഴിഞ്ഞാൽ അങ്ങനെ ലക്ഷ്മണനും ജീവത്യാഗം ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരും പോയി എന്ന് പറഞ്ഞാൽ ഭരതനും തൻ്റെ ജീവിതം വേണ്ടെന്ന് വെക്കും, ശത്രുഘ്നനും വേണ്ടെന്ന് വെക്കും. അങ്ങനെ ഈ ഇക്ഷ്വാകു വംശം മുഴുവൻ നശിക്കും. ഇപ്പം ഞാൻ എങ്ങനെ തിരിച്ചു പോവും? ഞാൻ എന്ത് ചെന്ന് പറയും ശ്രീരാമചന്ദ്രനോടെന്ന് വിചാരിക്കുകയാണ് ഹനുമാൻ. അപ്പം മനസ്സിലാക്കുകയാണ്, ശ്രീരാമചന്ദ്രന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചില്ലെങ്കിൽ സുഗ്രീവനും തൻ്റെ ജീവൻ വേണ്ടെന്ന് വെക്കും. അപ്പോൾ താരയും അംഗദനും ഒക്കെ അവരുടെ ജീവിതം വേണ്ടെന്ന് വെക്കും. കാരണം എല്ലാവർക്കും കൊടുത്ത വാക്കാണ് ഏറ്റവും വലുത്. സീതയെ കണ്ടുപിടിക്കാമെന്ന് കൊടുത്ത വാക്കല്ലേ. എന്ത് ചെയ്യും? അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പോവാതിരിക്കുന്നതാണ്, എൻ്റെ ജീവിതം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ഇനി ഹനുമാൻ അപ്പോൾ സ്വയം ചിന്തിക്കുകയാണ്, ഇല്ല, ഒരിക്കലും ജീവൻ കളയുന്നത് ശരിയല്ല, തെറ്റായൊരു ചിന്തയാണ്. ഞാൻ ഒന്നുകൂടി നോക്കാം, ഇവിടെ മുഴുവൻ സീതാദേവി അന്വേഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അവിടെ അന്വേഷിച്ചാണെന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഒരു വനം കാണുന്നത്, അശോകവനം. ഇവിടെ ഞാൻ നോക്കില്ലോ, ഇനി ഇവിടെ നോക്കാം. അതുപോലെ പതുക്കെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു തടാകമുണ്ട്, നിറച്ചൊരു പൂന്തോട്ടം ഉണ്ട് ആ വനത്തിനകത്ത്. അപ്പോൾ ഇവിടെ മിക്കവാറും സീത ഉണ്ടാവും വിചാരിച്ച് ഹനുമാൻ ഒരു മരത്തിൻ്റെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.